കില്ലാടികളെ ഞാൻ എന്ത് വിഷയത്തിലുള്ള ഇപ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്താ വെച്ചാൽ കൈ പിടിച്ചിട്ട് എടുക്കുന്നത് ട്രൈപോഡ് നമ്മുടെ സ്റ്റുഡിയോ വെച്ച് മറന്നു, ഒരു മൈക്കും ഇല്ല. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് പെട്ടെന്ന് വന്നൊരു അപ്ഡേറ്റ് പറയാൻ വന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ, കാസർഗോഡ് ഇൻഫ്ലുവൻസർ കില്ലറിലെ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. അത് തന്നെ ആ കുട്ടിക്ക് നമ്മൾ ഒരു അതായത് നേരിടാൻ കില്ലറിലെ എന്ന് വെച്ചാൽ ചിന്നു പാപ്പു ഒഫീഷ്യൽ എന്നൊരു ഐഡിയ ആണ് കില്ലറെ കുട്ടിയുടെ. കാസർഗോഡിലെ ഒരു ഇൻഫ്ലുവൻസറാണ്. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ആ കുട്ടിയുടെ. എന്നാൽ ഞാൻ ഒരു വീഡിയോ ഇവിടെ വയ്ക്കാൻ കില്ലറെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ പറയാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്നാലും ആ കുട്ടിയെ അറിയുള്ളൂ. എന്താ വീഡിയോ ഞാൻ കുറച്ച് വീഡിയോസ് വെച്ചിട്ടുള്ളൂ. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം നല്ല നല്ല പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. യൂട്യൂബർ കൂടിയാണെങ്കിൽ ഇടല്ലേ. സോ ആ കുട്ടി തൂങ്ങി മരിക്കാവുന്ന ആത്മഹത്യ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇടല്ലേ. എന്താ സംഭവം ഏതാ സംഭവം എന്നൊന്നും ഒരു വിവരവും ഇല്ല. അപ്പോൾ കുടുംബക്കാർക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ അവസരത്തിൽ എന്താ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹത്തിൽ ട്രെൻഡിങ് ആണ് ഇടല്ലേ. എന്ന് വെച്ചാൽ ഈ സൂസൈഡ്, മരണം, അങ്ങനെ സംതിങ് എല്ലാം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മറ്റേ തോറ്റത്തിന് ജീവൻ ഒടുക്കി, ഇല്ലെങ്കിൽ ഒരാൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചിട്ട് എന്തോ പറഞ്ഞതിന് ജീവൻ ഒടുക്കി, അങ്ങനെ കുറേ സംഭവങ്ങൾ. എനിക്ക് പറയാനുള്ള ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാക്സിമം ബോൾഡ് ആവണം എല്ലാവരും. ഇപ്പൊ ആൺകുട്ടികൾ സൂസൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ പെൺകുട്ടികൾക്ക് സൂസൈഡ് ചെയ്യുന്നുണ്ട്. കുറേ പേര്, കൂടുതൽ പെൺകുട്ടികളാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ എന്താ എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ബോൾഡ് ആവണം, വല്ലാണ്ട് ബോൾഡ് ആവണം. ഇത് എങ്ങനെ ഈ സംഭവം നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കും. ഇപ്പൊ സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കും, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ, ഫാമിലി എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? വേറെ ഒന്നും വിചാരിക്കില്ല. എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇനി എങ്ങനെ ഫേസ് ചെയ്യും, ബാക്കിയുള്ളവർ എങ്ങനെ ഫേസ് ചെയ്യും, ഇനിയിപ്പോൾ വീട്ടുകാരാണെങ്കിൽ വീട്ടുകാർ, അല്ലെങ്കിൽ നാട്ടുകാരാണെങ്കിൽ നാട്ടുകാർ, അവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് സൂസൈഡ് ചെയ്യണം. അതൊരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പരിപാടി ആയിരിക്കില്ല. അത് നിങ്ങൾ അത് ചെയ്യാതിരിക്കുക മാക്സിമം. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അത് ഉറപ്പാണെങ്കിൽ നിങ്ങൾ അത് ഹീൽ ചെയ്യും, നിങ്ങൾ മെന്റലി ഓക്കെ ആക്കും. സീരിയസ്ലി പറയണില്ല. പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ മറ്റൊരു അത് വിചാരിക്കും ഇത് വിചാരിക്കും മറ്റോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ. മനസ്സിലായില്ല എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്ങനെ ഫേസ് ചെയ്യും, സമൂഹത്തെ എങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഫാമിലി എങ്ങനെ ഫേസ് ചെയ്യും. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു, നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി, ഒരൊറ്റ ജീവിതത്തിലുള്ള നിങ്ങൾക്ക് ഇനി അടുത്ത ജന്മവും മറ്റു ജന്മവും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മമൊന്നും ഒന്നുമില്ല, ഒരൊറ്റ ജീവിതമുള്ളൂ. അത് എങ്ങനെ ജീവിക്കണം നിങ്ങൾ തീരുമാനിക്കാം. മനസ്സിലായില്ല. പിന്നെ ഈ മറ്റുള്ളവർ അത് വിചാരിക്കും ഇത് വിചാരിക്കും മറ്റും ഒരിക്കലും നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾക്കുള്ള ജീവിതം നിങ്ങൾ ജീവിച്ചു തീർക്കുക. അത് ഓരോ മൊമെന്റ് എക്സ്പ്ലോർ ചെയ്യുക. പ്രശ്നങ്ങളൊക്കെ വരുമെങ്കിലോ വലിയ വലിയ പ്രശ്നങ്ങൾ വരും, ഇതിലും വലിയ പ്രശ്നങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും. എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാൻ അങ്ങോട്ട് ജീവിക്കാം. മനസ്സിലായില്ലേ. ചിലപ്പോൾ നമ്മളെക്കാൾ എത്രയോ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഇല്ലല്ലേ. അത് വിചാരിച്ചാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാൻ കേട്ടത്, ഞങ്ങൾ എത്രയൊക്കെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിൽ ഫിനാൻഷ്യലി, മെന്റലി, ഫാമിലി ആണെങ്കിൽ ഫാമിലി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും നമ്മളൊരു ജീവിതം ജീവിക്കുള്ളൂ. അത് മാക്സിമം ഹാപ്പി ആയിട്ട് ജീവിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് ജീവിക്കുക, അല്ല നമ്മൾ വെറുക്കുന്നവരോട് ജീവിക്കരുത്. നമ്മൾ വെറുക്കുന്നവരോട് കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. മനസ്സിലായില്ലേ. പിന്നെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഇടയിൽ തളരാതെ മുന്നോട്ട് പോവുക. അതെനിക്ക് പറയുന്നുള്ളൂ. പേഴ്സണലി എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു കുട്ടികളെ എനിക്ക് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണവും നിങ്ങളോട് ഈ കാര്യം പറയാനും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് ജീവിക്കുക. വരുന്നത് വെച്ച് കാണുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം വെച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് നാട്ടിലെ പ്രശ്നം വെച്ച് നാട്ടിൽ നിന്ന് മാറി നിൽക്കുക. ഇനി നിങ്ങളുടെ ഈ ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കേരളത്തിലെ പ്രശ്നം വെച്ച് നിങ്ങൾ അന്യ സംസ്ഥാനത്ത് പോവുക. ഇനിയിപ്പോൾ രാജ്യത്തെ പ്രശ്നം വെച്ച് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോവുക. അത്രയുള്ള ജീവിച്ചാൽ പോലെ നമ്മൾ എന്തിനിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കണം. എനിക്ക് അത് പറഞ്ഞല്ലോ, എൻ്റെ കൈകട നടക്കില്ല, എന്താ വെച്ചാൽ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പ്രശ്നങ്ങളൊക്കെ വരും, പ്രശ്നങ്ങളൊന്നും ആലോചിക്കാതെ ഹാപ്പിയായി മുന്നോട്ട് പോവുക, നല്ല രീതിക്ക് ജീവിക്കുക.